ഓം ശാന്തി. കുറേ പേരുടെ സങ്കടമാണ്. നല്ലൊരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ഗവൺമെൻറ് ജോലി കിട്ടുന്നില്ല എന്നുള്ള സങ്കടം, നല്ലൊരു ജോലിയിൽ എത്തുന്നില്ല എന്നുള്ള സങ്കടം. ചിലർക്ക് ജോലി കിട്ടുന്നുണ്ട്, പോകുന്നുണ്ട്, പക്ഷേ അതിന് വേണ്ട രീതിയിലൊരു പ്രോഗ്രസ് വരുന്നില്ല. ചില ആളുകൾക്ക് ജോലിക്ക് പോയിട്ട് ഒരു വർഷമായിട്ട് എനിക്ക് സാലറി കിട്ടുന്നില്ല, ആ സാലറി എൻ്റെ കയ്യിൽ എത്തിച്ചേരുന്നില്ല. ചിലരുടെ സങ്കടം ജോലി കിട്ടി, പക്ഷേ വേണ്ട രീതിയിലൊരു പ്രമോഷന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് നടക്കുന്നില്ല. അഥവാ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലാണ്, നല്ല ഫ്യൂച്ചർ ഉണ്ട്, പക്ഷേ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് കിട്ടി എന്ന് പ്രതീക്ഷിക്കുമ്പോൾ ആ പ്രമോഷന് ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരുപാട് പേരുടെ സങ്കടമാണ്. ജോലി റെഗുലറായിട്ടില്ല, വരുമാന മാർഗം കൃത്യമായിട്ടില്ല, മുന്നോട്ട് പോകേണ്ടി വരുമ്പോൾ പലപ്പോഴും ഭയങ്കരമായ ടെൻഷൻ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതൊക്കെ. ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ കർമ്മം എന്നൊരു സാധനമുണ്ട്. ആ സാധനത്തിൻ്റെ ഭാണ്ഡം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നീങ്ങുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കയറ്റിറക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആ ഭാണ്ഡത്തിൽ ഏതെങ്കിലും പൊതി അഴിഞ്ഞു പോയത് പുറത്തു വന്നതാവാമെന്ന് വിചാരിച്ചു ഒന്ന് സമാധാനിക്കണം. ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിൽ പൂർണ്ണമായിട്ടങ്ങ് ആ സിറ്റുവേഷൻ നിങ്ങളുടെ മേലെ പൂർണ്ണ പ്രഭാവത്തിലാക്കരുത്. ചിലപ്പോൾ സങ്കടം ഉണ്ടാവില്ലേ? ഉണ്ടാവും കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സാധാരണ ജീവിതത്തിലല്ലേ നമ്മളൊക്കെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഒഴുക്കിൽ പെട്ടെന്നൊന്ന് നിന്ന് പോകുമ്പോൾ ഒരുപാട് പൈസയൊന്നും കൂട്ടി വെച്ചിട്ടുണ്ടാവില്ലല്ലോ. പെട്ടെന്ന് നാളത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടാവുന്നത് മനുഷ്യ സഹജമായിരിക്കുന്നൊരു ഘടന മാത്രമാണ്. അതുകൊണ്ട് അത് തെറ്റെന്ന് ഞാൻ പറയില്ല. അങ്ങനെയൊക്കെ ഇല്ലാത്ത രീതിയിൽ അതിനെ ഒരു സാക്ഷിയായിട്ട് കണ്ടുകൊണ്ട് ഇത് ഒരു കുഴപ്പമില്ല, ഞാൻ മുന്നോട്ട് പോകാനുള്ളതാണ് എന്ന് വിചാരിച്ച് പോകാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനൊരവസ്ഥയിൽ നിങ്ങളെല്ലാവരും എത്തിച്ചേരാൻ വേണ്ടിക്കൊണ്ടാണ് നിങ്ങളോട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം, ഭഗവാന്റെ മഹാവാക്യം കേൾക്കണം, അതിനെ പഠിക്കണം, മനനം ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അത് ഒരു ഘടകമാണ് നമ്മുടെ യാത്രയിൽ നമ്മൾ എത്തിച്ചേരേണ്ട ലക്ഷ്യമാണ്. പക്ഷേ താൽക്കാലികമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ വേദന എത്രമാത്രം ഉണ്ടാവുമെന്ന് എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുമ്പോൾ, എന്നോട് വോയിസ് ഇടുന്ന സമയത്ത്, എന്നോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ വൈബ്രേഷൻ അതെൻ്റെ ഹൃദയത്തിലും എത്തിച്ചേരുന്നുണ്ട്. ഓരോരുത്തരും പറയുമ്പോൾ അവിടെ സങ്കടത്തിൻ്റെ ആഴം എന്തെന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സമയത്ത് വിഷമമൊക്കെ ഉണ്ടാവും. വിഷമം ഉണ്ടാവും എന്നുള്ളത് സത്യം. പക്ഷേ വിഷമത്തിൽ ജീവിച്ചതുകൊണ്ട് നമുക്ക് ജയിക്കാനാവോ? അതൊരിക്കലും ആവില്ലല്ലോ. അതുകൊണ്ട് ജയിക്കണം എന്നുണ്ടെങ്കിൽ, കാരണം അത് പ്രപഞ്ച സത്യമാണ്, നമ്മൾ എന്താണോ അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നുള്ള കാര്യം സത്യമാണ്. നമ്മളിലെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മളായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. ഇതൊന്നും മാറ്റാൻ പറ്റാനാവാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് മാറ്റേണ്ടത് എവിടെയാണെങ്കിൽ അവിടെ പ്രവർത്തിച്ചാലല്ലേ നമ്മുടെ ജീവിതത്തെ സുഖകരമാക്കി മാറ്റാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അവിടെ നമ്മുടെ എനർജി ലെവലിനെ ഹൈ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ, സങ്കടത്തിൻ്റെ എനർജിയിൽ ജീവിക്കുമ്പോൾ സങ്കടം നമ്മളിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ടാണ് സിസ്റ്റർ നിങ്ങളടുത്ത് പറയുന്നത്. കാര്യമാവട്ടെ, എന്തും ആവട്ടെ, ശരി ഇതാണ്, ഓക്കെ, ആക്സെപ്റ്റ് ചെയ്തു, ഇപ്പം ഞാൻ ഇതിലാണുള്ളത്, ബട്ട് ഇവിടെ എനിക്ക് നിൽക്കണ്ട, എനിക്ക് കയറിയേ പറ്റൂ. ഒരു പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി പോയി എങ്കിൽ, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണേ, ഒരു മാതാജിയെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ജോലി പോയി. ഒരു ഭായിനെ സംബന്ധിച്ചിടത്തോളം അവർ വിദേശത്തൊരു വലിയൊരു കമ്പനിയിൽ, വലിയൊരു ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു, അവരുടെ ജോലി പോയി. അങ്ങനെ പലരും ആ സന്ദർഭത്തിൽ എൻ്റെ അടുത്ത് കോണ്ടാക്റ്റിൽ വരുമ്പോൾ, നിങ്ങൾക്കിതിനേക്കാൾ നല്ല ഒരു ജോബ് അന്വേഷിക്കേണ്ട സമയമായിട്ടുണ്ടാവും, അതുകൊണ്ട് വിഷമിക്കാതെ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്ന് അവരോട് പറയുന്ന സമയത്ത് അവരത് സ്വീകരിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തപ്പോൾ വിഷമിക്കാതെ, വിഷമം വന്ന വിഷമങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു കത്ത് എഴുതി ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് കത്തിനൊപ്പം നമ്മളെ കൂടി ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിക്കുക. എൻ്റെ ജീവിതം ഇനിയും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈശ്വര, അത് നിൻ്റെ കൈകളിലാണ്, ഞാൻ നിൻ്റെ കുട്ടിയാണ്, നിൻ്റെ ആജ്ഞപ്രകാരം ഞാൻ ജീവിക്കുകയാണ്, അവിടെ എൻ്റെ ജീവിതത്തെ കുറേയും കൂടെ സുഗമമാക്കി തരേണ്ടത് നീ തന്നെയല്ലേ, ഞാൻ നിന്നിൽ സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തോടെ ഈശ്വരൻ്റെ മുന്നിൽ അങ്ങ് സറണ്ടർ ആവുക. അവിടെ നമുക്ക് മനസ്സിനൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. യെസ്,
ഭഗവാൻ എല്ലാവർക്കും നന്മ ചെയ്യൂ, എനിക്കും നന്മ വരാൻ തന്നെ, കുറേയും കൂടെ നന്മ വരാൻ വേണ്ടിക്കൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പഴയ വീട് പൊളിക്കാതെ പുതിയ വീട് കെട്ടില്ലല്ലോ, പഴയ ജോലിയിൽ നിന്ന് ഇറങ്ങാതെ പുതിയൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കില്ലല്ലോ, കുറേയും കൂടെ നല്ല സാലറിയിൽ, കുറേയും കൂടെ നല്ല കൺവീനിയൻസിൽ, കുറേയും കൂടെ ഫെസിലിറ്റിയോട് കൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടിക്കൊണ്ടായിരിക്കാം ഒരു സാഹചര്യം. ഇതിന്ന് ഇറങ്ങാതെ അവിടേക്ക് പോവില്ല. അങ്ങനെ ഒരു വിശ്വാസത്തോടെ പരിശ്രമിക്കുമ്പോൾ വളരെ പെട്ടെന്ന് 2-3 പേരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള അനുഭവം എൻ്റെ അടുത്തുണ്ട്. അവർക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പുതിയ നല്ല ജോലിയും, നേരത്തെ ഉണ്ടതിനേക്കാൾ കൂടുതൽ സാലറി, അതിനേക്കാൾ കൂടുതൽ കൺവീനിയൻസ്, അതിനേക്കാൾ കൂടുതൽ നല്ല സ്റ്റാറ്റസ്, ആ ലെവലിലേക്കൊക്കെ ഉയരാൻ പറ്റുന്ന ആൾക്കാർ എൻ്റെ അനുഭവത്തിലുണ്ട്. ഒരുപാട് പേര് അത്തരത്തിൽ പറഞ്ഞ് സങ്കടങ്ങൾ നിവാരണം കണ്ടെത്തിയിട്ടുള്ള അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഞാൻ പറയുകയാണ്, ഒന്ന് സമാധാനപ്പെടുക, ഇതിനേക്കാൾ നല്ല സ്റ്റെപ്പിലേക്ക് ഞാൻ മുന്നോട്ട് പോവുകയാണ് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക. രണ്ടാമത്, അതിന് വേണ്ടതായിട്ടുള്ള പരിശ്രമം നമ്മൾ ചെയ്യണം. ആ പരിശ്രമം ചെയ്യാൻ നമ്മുടെ മനസ്സിനെ സമാധാനപ്പെടുത്താൻ വേണ്ടിക്കൊണ്ടാണ് എനിക്ക് നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി, അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ എന്ന് തോന്നുന്ന ജോലി, ആ ജോലി എനിക്ക് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയെ ഞാൻ സ്വീകരിക്കുകയാണ്. ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിക്ക് ഞാൻ പോവുകയാണ്. ഇതിനേക്കാൾ നല്ല സാലറി എനിക്ക് കിട്ടിയിട്ട് സന്തോഷമായി മാറി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്ര സാലറിയിൽ ഇങ്ങനെ ജോലി, നിങ്ങളുടെ എത്രയാണോ വാങ്ങുന്നുണ്ടായിരുന്നത് അതിൽ നിന്ന് നിങ്ങൾ സ്വയം നിശ്ചയിക്കുന്ന ഹൈക്ക് എത്രയാണോ അതോട് കൂടിയിട്ട് ഇത്ര ജോലി എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, എന്നിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ആ ജോലി നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജോലി സ്വീകരിക്കുന്നു, സൈൻ ചെയ്യുന്നു, അവർ എൻജോയ് ചെയ്യുന്നു, ജോലിക്ക് ജോയിൻ ചെയ്യുന്നു, ഇതെൻ്റെ വെറും ഡ്രീം അല്ല, ഇറ്റ്സ് മൈ റിയാലിറ്റി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കാല് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം വൈകാതെ, ഒരു പക്ഷേ 1-2 ആഴ്ച പോലും സമയം വേണ്ടി വരില്ല, നിങ്ങൾ അതിനേക്കാൾ നല്ല ജോലിക്ക് കയറിയേക്കാം. ഇത് ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി. മറ്റൊന്ന്, ഇനി ജോലിയിൽ പ്രമോഷൻ കിട്ടുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിക്കൊണ്ട് അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എന്താണോ അവരുടെ നെക്സ്റ്റ് പോസ്റ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇന്ന് ഒരു ഉദാഹരണം പറയുകയാണ്, ഈ ഓഫീസിൽ ഞാനൊരു ക്ലർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കാഷ്യറുടെ ജോലി ചെയ്യുകയാണ്. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ആഗ്രഹിക്കുന്ന അവിടുത്തെ മാനേജർ പോസ്റ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അതിനുള്ള എക്സ്പീരിയൻസ് ആയി കിട്ടാൻ പോയതാണ്, മറ്റെന്തോ കാരണം കൊണ്ട് തട്ടിപ്പോയി എന്നാണെങ്കിൽ ഡെയിലി രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങാൻ നേരത്തും നിങ്ങൾ ആ പോസ്റ്റിൽ ഇരിക്കുന്നതും നിങ്ങൾ വർക്ക് ചെയ്യുന്നതും എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അത് ആ സീറ്റിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് അതിനെ ഫീൽ ചെയ്യൂ, എക്സ്പീരിയൻസ് ചെയ്യൂ, എന്നിട്ട് അത് കിട്ടിയതിന് സന്തോഷം, ആനന്ദം, ഭഗവാന് താങ്ക്സ് പറയൂ. വളരെ വേഗത്തിൽ നിങ്ങളുടെ പ്രൊമോഷൻ നിങ്ങൾക്ക് അത് ചാൻസ് റെഡിയാവാനുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ഇൻകം, നിങ്ങൾക്ക് സാലറി അഥവാ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ കൊടുത്ത് 1 വർഷമായിട്ട് എനിക്ക് സാലറി കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ളതിന് വേണ്ടിക്കൊണ്ട് എന്നും ഭഗവാനോട് എൻ്റെ ഫിനാൻഷ്യലായിരിക്കുന്ന ഫ്രീഡം തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ എല്ലാ ദിവസവും കത്തെഴുതണം. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. മനസ്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് രാത്രി ഉറങ്ങാൻ നേരത്തെ ഭഗവാന് കത്തെഴുതുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ ഈ കാര്യം ഭഗവാന്റെ അടുത്ത് പറയണം. പിന്നെ 1-2 ടെക്നിക്സ്, നമുക്ക് എന്തെങ്കിലും എനർജികളുടെ പ്രോബ്ലം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് റിലീഫ് ആവാൻ വേണ്ടിക്കൊണ്ട് 1-2 കാര്യങ്ങൾ സിസ്റ്റർ പറഞ്ഞു തരാം. ഇത് ഒന്ന്, ഒരു സ്പെൽ കാസ്റ്റർ പറഞ്ഞതായിട്ടൊരു രീതി ഞാൻ ചെയ്തു നോക്കി, 1-2 പേർക്ക് പറഞ്ഞു കൊടുത്തു നോക്കി, അവർക്കതിൽ നല്ല ബെനിഫിറ്റ് ഉണ്ടെന്ന് കേട്ടു. ഇത് എൻറ്റേലി ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നത് നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ഈശ്വരൻ്റെ മഹാവാക്യത്തെക്കുറിച്ചുമാണ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഉപ്പെടുത്ത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് തീർച്ചയായിട്ടും നമ്മുടെ നെഗറ്റീവ് എനർജീനെ വലിച്ചെടുത്ത് ഒഴിവാക്കി കളയുന്നുണ്ട്. നമ്മൾ ഉപ്പ് വെള്ളത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, സിസ്റ്ററെ അത് നിങ്ങൾക്ക് അനുഭവമുണ്ടോ, ഇത് അനുഭവമുള്ള ആരെങ്കിലും പറയുന്നൊക്കെ. ഒരുപാട് പേര് അതിൽ കമൻസിൽ വന്നിട്ട് അവർക്ക് കിട്ടിയ അനുഭവം എൻ്റെ അനുഭവമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഒരു സമയത്ത് എനിക്ക് കുറച്ച് എമർജൻസി പൈസ വേണ്ട വന്ന സമയത്ത് ഞാനൊരു ബോട്ടിലിനുള്ളിൽ ഇങ്ങനെ എഴുതിയിട്ട് പിറ്റേ ദിവസം ഞാനൊരു വിചാരിച്ച എമൗണ്ടിൻ്റെ 3 ഇരട്ടി എമൗണ്ട് എൻ്റെ കയ്യിൽ വന്നത് എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് അത് സത്യമാണ് എന്ന് നിങ്ങളടുത്ത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. അതിന് ഈ സാഹചര്യം ഞാൻ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, ചെയ്യണം, വിശ്വാസത്തോടു കൂടെ ചെയ്യൂ, തീർച്ചയായിട്ടും ബ്ലോക്ക് റിമൂവ് ആയി കിട്ടുക തന്നെ ചെയ്യും. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യാനുള്ളത്, നിങ്ങളൊരു ചെറുനാരങ്ങ എടുക്കുക. ആ ചെറുനാരങ്ങ എടുത്തിട്ട് നമ്മുടെ ഓറ ഒഴിയുമല്ലോ, നമ്മളിങ്ങനെ സാധാരണ കുഴിഞ്ഞൊക്കെ കത്തിക്കില്ലേ കുട്ടികളെ, അതേപോലെ ആദ്യം നാരങ്ങയോട് സംസാരിക്കുക. എനിക്ക് എൻ്റെ ഓറ ലെവലിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എനർജി ലെവലിൽ എന്തെങ്കിലും ബ്ലോക്ക് കൊണ്ടാണ് എനിക്ക് പ്രമോഷനോ കിട്ടേണ്ട പൈസയോ അല്ലെങ്കിൽ വരേണ്ട സാഹചര്യങ്ങളോ എന്നിൽ നിന്ന് തെന്നിപ്പോകുന്നതെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഈ നാരങ്ങ കൊണ്ട് നമ്മുടെ ഓറേനെ ഇങ്ങനെ 7 പ്രാവശ്യം ഒഴിയുക, നന്നായിട്ട് ഒഴിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ തലവണയുടെ അടിയിൽ വെച്ച് കിടന്ന് ഉറങ്ങാം.
കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ചക്രങ്ങളിലും ആ നാരങ്ങേനെ ടച്ച് ചെയ്യുക, ബോഡിയിൽ ഫുൾ പാർട്സിൽ ആ നാരങ്ങ ടച്ച് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ആ നാരങ്ങയ്ക്ക് ഇൻറ്റൻഷൻ കൊടുത്തിട്ട് എന്തെങ്കിലും എനർജി ഉണ്ടെങ്കിൽ അത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആ നാരങ്ങ മൊത്തം ബോഡിയിൽ പറ്റുമെങ്കിൽ വന്നിട്ട് ഉരസാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഈവൻ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് അടക്കമുള്ള ശരീരത്തിൻ്റെ എല്ലാ പോർഷനിലും അത് ടച്ച് ചെയ്യിച്ചിട്ട് ആ നാരങ്ങേനെ തലയുടെ അടിയിൽ വെച്ച് കിടന്ന് ഉറങ്ങി രാവിലെ ഉണരുമ്പോൾ അതിനടുത്ത് 4 ആക്കി മുറിച്ചിട്ട് 4 കൂടിയ മൂലയ്ക്ക് കൊണ്ടുപോയി ഓരോ വശത്തേക്ക് വലിച്ചെറിയുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വേസ്റ്റ് കൊണ്ടുപോകുന്ന കൊട്ടയിൽ കെട്ടിയിട്ടിട്ട് ആരും ടച്ച് ചെയ്യാതെ അത് പോകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ കളയുക. മീൻസ് ആരും സ്പർശിക്കാത്ത രീതിയിൽ വെള്ളത്തിൽ എവിടെയും കൊണ്ട് ഒഴുക്കി കളയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഏതെങ്കിലും ഒരു വിധം ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ബ്ലോക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവും. ഇത് മാത്രം ചെയ്യരുത്, ഇത് ക്ലീൻ ചെയ്യും, ഓറ ക്ലീൻ ചെയ്യും, ഒപ്പം ഓറ ക്ലീനിങ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യും. നമ്മുടെ ഉള്ളിൽ നിന്ന് ശുഭമായിരിക്കുന്ന വൈബ്രേഷൻ പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ എല്ലാ ബ്ലോക്കും ഇല്ലാണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.